വെൽക്കം ബാക്ക് ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ജസ്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ മെയിൻ പാർട്ട് റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടും ആന്തറിൻ്റെ സ്ട്രക്ചറും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു പ്രോസസ്സ് ടോട്ടലി ആ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലുള്ള റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈക്രോസ്പോറിൻ്റെ ഫോർമേഷനിലൂടെയാണ്. മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് നമ്മൾ പൂമ്പൊടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു മൈക്രോസ്പോർ ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മൈക്രോസ്പോറോജെനിസിസ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ വിത്തിൻ ദ മൈക്രോസ്പൊറാഞ്ചിയ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ultimately leading to the development of pollen grains. മൈക്രോസ്പൊറാഞ്ച എന്ന് പറയുന്ന ആ ഒരു പോളൻ സാക്കിൻ്റെ ഉള്ളിൽ മൈക്രോസ്പോർ ഫോം ചെയ്ത് അവ മെച്ചുറായി പോളൻ ഗ്രെയിൻസ് ആക്കുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. അതിന് കുറേ സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇടുന്നതായിരിക്കും. +1 +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, ഇനി HSST ബോട്ടണി സിലബസ് ബേസ് ചെയ്തിട്ടും എല്ലാം കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഓരോ ടോപ്പിക്സും സെലക്ട് ചെയ്തിട്ട് ഇടുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പിക്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ആന്തർ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ആ ആന്തറിൻ്റെ 4 വോൾ ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും ഉള്ളിൽ കാണുന്ന ഈ റെഡ് കളറിൽ കാണുന്നതിനെയാണ് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ കുറേ സ്പോറോജീനസ് ടിഷ്യൂസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്പോറോജീനസ് ടിഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നാണ് മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് വരച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു സ്പോറോജീനസ് ടിഷ്യൂവിൽ ചില സെൽസ് മാത്രം കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറും. സ്പോറോജീനസ് ടിഷ്യൂവിൽ ചില സെൽസ് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആർക്കിസ്പോറിയൽ സെൽസ് അല്ലെങ്കിൽ പ്രൈമറി സെൽസ് എന്നൊക്കെ പറയാറുണ്ട്. സ്പോറോജീനസ് ടിഷ്യൂവിലുള്ള ചില സെൽസ് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആർക്കിസ്പോറിയൽ സെൽസ് ആയിട്ട് മാറും. ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിനെ നമ്മൾ പറയുന്നത് മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ, MMC അല്ലെങ്കിൽ PMC. അതായത് പോളൻ അല്ലെങ്കിൽ മൈക്രോസ്പോർ ഉണ്ടാകുന്ന മദർ, അതാണ് മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയുന്നത്. കുറച്ചും കൂടി മെച്യൂർ ആകുമ്പം ആദ്യം ഈ മൈക്രോസ്പോർ ഒക്കെ ഡെൻസ്ലി ക്ലൗഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പം അതിനുശേഷം ഇവർ എന്ത് ചെയ്യും, കുറേ ടൈം കഴിഞ്ഞാൽ ഇവ കുറച്ച് മെച്യൂർ ആകുമ്പം കുറച്ച് ലൂസ് ആകാൻ വേണ്ടി തുടങ്ങും. ഈ മൈക്രോസ്പോർ ഒക്കെ കുറച്ച് സെപ്പറേറ്റ് വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ലൂസ് ആയിട്ടുള്ള മൈക്രോസ്പോർ മദർ സെൽസിന് എന്ത് സംഭവിക്കുകയാണ്, മിയോസിസ് സംഭവിക്കുകയാണ്. ഈ ഒരു മിയോസിസ് സംഭവിച്ചിട്ട് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടായി. ഓക്കെ, ആദ്യം ഈ ഒരു സ്റ്റേജ് ആണ്, ഈ ഒരു ആന്തറിന്റെ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെയാണ് കാണുന്നത് വിചാരിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിന് ഡിവിഷൻ നടന്നിട്ട് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടായി. ടെട്രാഡ് എന്ന് പറയുന്നത് നമുക്ക് പല ടൈപ്പുള്ള ടെട്രാഡ് ഉണ്ട്. ഇപ്പം ഇതാണ് ഒരു ടെട്രാഡ് എന്ന് വിചാരിക്കുക. ടെട്രാഡ് എന്ന് വെച്ചാൽ നമ്മുടെ മൈക്രോസ്പോർ മദർ സെല്ലിന് ആദ്യം മിയോസിസ് നടന്നില്ലേ, ഈ ഒരു മിയോസിസ് നടന്നിട്ടുണ്ടാകുന്ന ടെട്രാഡ് എന്ന് പറയുമ്പം 4 മൈക്രോസ്പോർ ഒരുമിച്ച് കൂടിച്ചേർന്നിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് കാണുക. 4 മൈക്രോസ്പോർ എപ്പോഴും ഒട്ടിച്ചേർന്നിട്ടാണ് കാണുക. അത് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഈ ഒരു ഫോം. ഇതിൽ എത്ര എണ്ണം ഉണ്ട് കാണുന്നുണ്ട്? പുറമെ നമുക്ക് കാണാൻ പറ്റുന്നത് 3 എണ്ണം ഉണ്ടല്ലേ. 1 2 3, 1 2 3, പിന്നെ പുറകുവശത്ത് ഒന്നുണ്ട്. അങ്ങനെ 4 മൈക്രോസ്പോർ കൂടി ചേർന്നിട്ടുള്ള ഒരു ടെട്രാഡ് ആയിട്ടാണ് ഈ ഒരു മൈക്രോസ്പോർ ഈ ഒരു സ്റ്റേജിൽ മിയോസിസ് നടന്നതിന് ശേഷം കാണുക. പിന്നീട് എന്ത് ചെയ്യും, മെച്ചുറേഷൻ നടക്കും. അവ വലുതാകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ മൈക്രോസ്പോർ ടെട്രാഡ് പതിയെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് 4 മൈക്രോസ്പോർ ആയിട്ട് മാറും. ഇങ്ങനെയുള്ള ടെട്രാഡ് ആണ് കുറേ എണ്ണം ആദ്യം ഉണ്ടായിരിക്കുക. ആ ടെട്രാഡ് ഓരോ ടെട്രാഡും എന്ത് ചെയ്യും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് മൈക്രോസ്പോർ ആയിട്ട് മാറും. ഇങ്ങനെ കുറേ മൈക്രോസ്പോർ ഇതേപോലെ ഒന്നല്ല കേട്ടോ, കുറേ എണ്ണം ഉണ്ടാകും. ആ എല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് സിംഗിൾ ആയിട്ടുള്ള മൈക്രോസ്പോർ ആയിട്ട് മാറും. ഈ ഒരു മൈക്രോസ്പോർ പിന്നെയും ഡെവലപ്മെന്റ് നടന്നു. ഔട്ടർ ലെയറും ഇന്നർ ലെയറും ഒക്കെ ചേർത്ത് 2 ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടായി നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ആ ഒരു പോളൻ ഗ്രെയിൻസിന്റെ അൾട്രാ സ്ട്രക്ചറും പിന്നെ അവ പോളിനേഷൻ ചെയ്യുന്ന ചില മെത്തേഡ്സും ഒക്കെ പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കുന്നത്. ഇപ്പം ഇത്രയാണ് മൈക്രോസ്പോറോജെനിസിസ് എന്നുള്ള പ്രോസസ്സ്. ഇനി ഈ ഒരു ടെട്രാഡ്സ് എന്ന് പറയുന്നത് 4 ടൈപ്പ് ടെട്രാഡ്സ് കാണുന്നുണ്ട്. അത് ഏതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ടെട്രാഡ് എന്ന് പറയുന്നത്? ഒന്ന് ഈ കാണുന്ന
നമ്മൾ ആദ്യം വരച്ച ഒരു സ്ട്രക്ചർ ഇല്ലേ, അതാണ് ഒന്നാമത്തത്. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേര് ടെട്രാഹിഡ്രൽ ആയിട്ടുള്ള ടെട്രാഡ് എന്നാണ്. 1 2 3 പിന്നെ ഒന്ന് പുറകിൽ അങ്ങനെ 4 എണ്ണം ഉണ്ടാവും, അതാണ് ടെട്രാഹിഡ്രൽ. രണ്ടാമത്തതാണ് ഐസോബൈലേറ്ററൽ, അതായത് നമ്മൾ മുന്നിൽ നിന്ന് നോക്കിയാൽ 4 മൈക്രോസ്പോർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ ആണ് ലീനിയർ. ലീനിയർ എന്ന് പറയുമ്പോൾ ഇതേ ഒരു ഷേപ്പിൽ കാണുന്നത്. ലാസ്റ്റ് വൺ ഡെക്കുസൈറ്റ് ആണ്, ഒരു ടി ഷേപ്പ് ആണ്. 1 2 3 4 ഓക്കെ, ഒരു ടി എഴുതിയ പോലെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ഡെക്കുസൈറ്റ് എന്ന് പറയാം. അപ്പൊ ഈ 4 എണ്ണത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രോസസ്സ് പറയുമ്പോൾ ടെട്രാഹെഡ്രൽ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയാണ് മൈക്രോസ്പോർ ഡെവലപ്മെന്റിലുള്ള സ്റ്റേജസ്, സ്പോറോജനസ് ടിഷ്യൂടെ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് പറയുന്നത്. സോ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.